इल्म, शरीयत, तरीक़त, हकीकत और मारिफत का इल्म हासिल करके आला आला मकामात का फायज है। ऐसे सरजमीन पर अल्लाह हम सबों को जमा होकर दीन का इल्म और बातें सुनने की अल्लाह ने हम सबों को तौफीक अता फरमाए। अल्लाह सुब्हानहु व तआला അവന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദഖയും ധർമ്മവുമായി കൊണ്ട് ഇന്ന് നമ്മെ ഒരുമിച്ച് കൂടിയതായ ഈ മഹത്തായ സദസ്സ് ഇത് യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിനെ പരിചയപ്പെടാൻ ഭാഗ്യം ലഭിച്ച ഒരു പുണ്യ ഭൂമിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ കേരളത്തിലെ മലബാറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹമാണ്. ഇന്ത്യ രാജ്യത്തിൽ ഏറ്റവും ആദ്യമായി ഇസ്ലാം കടന്നു വന്നത് ഈ കേരളത്തിലാണ്. ഇവിടെ മഹാന്മാരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉന്നതരായ സഹാബത്ത് പലരും ഈ പുണ്യഭൂമിയിൽ എത്തിയിട്ടുണ്ട്. അവരുടെ പരിശുദ്ധമായ മദാറുകൾ ഈ മണ്ണിൽ നിലകൊള്ളുകയാണ്. അക്കാലം മുതൽ തന്നെ പരിശുദ്ധ ഇസ്ലാമിനെ പരിചയപ്പെടാൻ സാധിച്ച ഒരു പവിത്രമായ മണ്ണിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ആദ്യകാലം മുതൽ തന്നെ അല്ലാഹുവിന്റെ ഔലിയാക്കളെയും അല്ലാഹുവിന്റെ ഹബീബുകളെയും സ്നേഹിക്കുന്ന ജനങ്ങളാണ് ഈ പ്രദേശങ്ങളിൽ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ കൂട്ടത്തിൽ വിശിഷ്യ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹുവിനെ അതിരറ്റ് സ്നേഹിക്കുന്ന അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ വക്താക്കളായ യഥാർത്ഥ മുസ്ലിമീങ്ങളാണ് ഈ കേരളത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ആ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹഗീതങ്ങളും മൗലിദുകളും നടത്താത്തതായ ഒരു ഭവനവും ഒരു വീടും ഈ പ്രദേശത്ത് കാണാൻ സാധിക്കുമായിരുന്നു. ഈ നിലയ്ക്ക് ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹുവിനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചിരുന്ന